ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 3G വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസായിട്ടാണ് ചെയ്തത്. വർക്കിന് കയറ്റിയത് നമുക്ക് വാറണ്ടിയിലുള്ള സർവീസാണ്. സിലിണ്ടർ കിറ്റ് കാര്യങ്ങളൊക്കെ മാറ്റി പോയ വണ്ടിയാണ്. അപ്പോൾ അതിന് 1 ഇയർ വാറണ്ടി ഉള്ളതാണ്. ആ വാറണ്ടി പീരീഡിലുള്ള പെയ്ഡ് സർവീസാണ് കേട്ടോ. നിലവിൽ വണ്ടിക്ക് കംപ്ലൈൻറ്റ് ആയിട്ട് പറഞ്ഞാൽ ഫ്രണ്ട് ഗട്ടറിലൊക്കെ ചാടുന്ന സമയത്ത് കടയുടെ സൗണ്ട് ഫ്രണ്ടിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ ഗിയർ ഓയിൽ ചെക്ക് ചെയ്യുക. അത്രയും കേസാണ് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ജനറൽ സർവീസ് ഓയിൽ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തു. ഓയിൽ നമുക്കൊരു 1300 കിലോമീറ്റർ കൂടി ഓടിയതിന് ശേഷം മാറ്റിയാൽ മതി എഞ്ചിൻ ഓയിൽ കേട്ടോ. അതിൻ്റെ ലെവൽ കാര്യങ്ങളൊക്കെ നോക്കി നല്ല ഓയിലാണ്. ലെവലൊക്കെ കറക്റ്റാണ് ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ബാക്ക് ബ്രേക്ക് തുടങ്ങിയിട്ട് നമ്മൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ കമ്പനി ലൈനർ കിടക്കണേ, കോൺട്രാക്ട് ഒറിജിനൽ ലൈനറാണ് ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് റീസെറ്റ് ആക്കാം. ബാക്ക് ടയറൊക്കെ പുതിയ ടയർ എടുക്കണം. ഹബിന് ചെറിയൊരു ലൈനൊക്കെ വീണെടുക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ നമുക്ക് സാൻഡ് പേപ്പർ ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് എടുക്കാം. ഗിയർ ഓയിൽ ചെക്ക് ചെയ്തിരുന്നു, നല്ല ഓയിലാണ്, കുഴപ്പമൊന്നുമില്ല. എയർ ഫിൽറ്റർ ക്ലച്ച് സൈഡ് കഴിച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് തന്നെ ഉള്ളത് പുതിയ ഫിൽറ്ററാണ്, പുത്തൻ ഫിൽറ്ററാണ്. ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററിനെ കിടക്കണം. പിന്നെ ക്ലച്ച് സൈഡൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. പറയത്തൊക്കെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി, ബെൽറ്റ് വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ്, നല്ല ബെൽറ്റാണ്, ഉപയോഗിക്കാനുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ടേബിൾ, റോളർ, ബെൻഡെക്സ് യൂണിറ്റ്, ക്ലച്ച് ഷൂ ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിടുന്നുണ്ട്. CVT ക്ലച്ചാണ്, നമ്മൾ ജനറൽ സർവീസിലെ ക്ലച്ച് ഗ്രീസിംഗ് ഉള്ളതാണ്, അതിന് വേണ്ടിയിട്ട് അയച്ചതാണ്. അപ്പോൾ നിലവിൽ വേറെ പറയത്തെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. കാർബറേറ്ററൊക്കെ നമ്മുടെ സിലിണ്ടറൊക്കെ മാറ്റി കൂട്ടത്തികളെ ക്ലീൻ ചെയ്ത് കയറ്റിയാണ്. പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഓടിക്കുമ്പോൾ വേറെ പ്രശ്നം തോന്നുന്നില്ല കേട്ടോ. ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് നല്ല രീതിയിൽ കെട്ടലൊക്കെ ചാടുമ്പോൾ നല്ല രീതിയിൽ അടി ഉണ്ടാകും. അതിൻ്റെ 2 കാരണങ്ങളാണ്. ഒന്ന് മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലിങ്ക് ബുഷുകളൊക്കെ പോയി കിടക്കാം. ഇവിടെ വരുന്ന ലിങ്ക് ബുഷുകളൊക്കെ ഡാമേജ് ആയേക്കാണ്. ഈ സൈഡൊക്കെ നല്ല രീതിയിൽ ഷെയ്ക്ക് ചെയ്താണ്, എത്ര ഷെയ്ക്ക് ഉണ്ട്. അപ്പോൾ ലിങ്ക് ബുഷ് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഫ്രണ്ടിലൊരു ഷെയ്ക്ക് അനുഭവപ്പെടും. അത് ഹാൻഡിലേക്ക് പോകും, ഹാൻഡിൽ ബെയറിങ്ങിന് കംപ്ലൈൻറ്റ് വരും. അപ്പോൾ കോൺസെപ്റ്റും നിലവിൽ നല്ല രീതിയിൽ ലൂസായിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ബുഷും പോയിട്ടുണ്ട്, കോൺസെപ്റ്റൊക്കെ ലൂസായിപ്പോൾ അത്രയും ഷെയ്ക്ക് നമുക്ക് അനുഭവപ്പെട്ടെ. കോൺസെപ്റ്റ് മൈന്യൂട്ടായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രോബ്ലം കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റ് മാറിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് വന്നേക്കാം. പക്ഷേ എമർജൻസി ആയിട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വന്നില്ല. പക്ഷേ മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഈ ലിങ്കിൻ്റെ ബുഷുകൾ, ഈ ബുഷൊക്കെ കൈയോടെ മാറ്റി കളയാം. അതല്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ വീണ്ടും ഷെയ്ക്ക് കാര്യങ്ങൾ കാണിക്കും, കോൺസെപ്റ്റൊക്കെ വീണ്ടും ഡാമേജിലേക്ക് പോകും. അപ്പോൾ എന്തായാലും അതിൻ്റെ കാലാവധി കഴിഞ്ഞാണ് മാറ്റി വിടാം, അപ്പോഴാണ് നമുക്ക് ക്ലിയർ ആവും. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ ലേബർ ചാർജ് ഒന്നും ആ ജനറൽ സർവീസിൽ തന്നെ വന്ന് പോകും. ആ പാർട്സിൻ്റെ എമൗണ്ട് മാത്രമാണ് നമുക്ക് അടയ്ക്കേണ്ടതായിട്ടുള്ളൂ. ജനറൽ സർവീസിൽ ക്ലച്ച് ഗ്രീസിംഗ് അടക്കം ചെയ്ത് വരുമ്പോൾ നമുക്ക് 600 രൂപയാണ് അതിൻ്റെ സർവീസ് ചാർജ് വരാം. അതിനകത്ത് തന്നെ ഫ്രണ്ട് ബുഷ് ഗ്രീസിംഗും ഒക്കെ വന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുഷ് മാറ്റിയാലും നമുക്ക് ആ ബുഷിൻ്റെ എമൗണ്ട് മാത്രമാണ് അഡീഷണൽ ആയിട്ട് വരുള്ളൂ. സർവീസ് ചാർജ് ജനറൽ സർവീസിൻ്റെ കയറി പോകും കേട്ടോ. പിന്നെ ഫ്രണ്ടിലത്തെ ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഫ്രണ്ട് ടയർ ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷൻ വന്ന് വണ്ടി ഒരു വെട്ടൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ടയർ ഇനി മാറ്റുന്ന സമയത്ത് റൊട്ടേഷൻ ചെയ്ത് ഇടേണ്ടതായിരുന്നു. അപ്പോൾ ചെറിയൊരു പ്രശ്നം ടയറുമായി ബന്ധപ്പെട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, കുഴപ്പമൊന്നുമില്ല. ബാറ്ററി നമുക്കിതിന് ഇരിക്കുന്ന ബാറ്ററി 2020 മോഡൽ ബാറ്ററിയാണ്. 2020 5 വർഷം കഴിഞ്ഞിട്ടുണ്ട്. 13 വോൾട്ട് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ലോഡിലേക്ക് കൊടുക്കുമ്പോൾ 8.4 അപ്പോൾ വലിയ താമസിച്ചാണ് നമുക്ക് സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് കാണിക്കും കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കും. മാക്സിമം അതിൻ്റെ കാലാവധി ആയിട്ട് ഓടിക്കേണ്ടിയുള്ള ബാറ്ററിയാണ്. പിന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്, സെക്കൻഡ് ഫിൽറ്റർ ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ പിന്നെ നല്ലതാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ലവരാണ്, ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഈ ബുഷുകളടക്കം മാറ്റി വരുമ്പോൾ നമുക്ക് എത്ര ചിലവ് വരുന്നുണ്ട് ഒരു എസ്റ്റിമേറ്റ് ആക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ.